الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. ذلك عيسى بن مريم قول الحق الذي فيه يمترون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് തഖ്വയുള്ളവർക്ക് വേണ്ടി, മുത്തഖീങ്ങളായ അവൻ്റെ അടിമകൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ട് മാനവരാശിയിലേക്ക് അള്ളാഹുവിൻ്റെ സുന്ദരമായ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി
അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് അയച്ചവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. ധാരാളം പ്രവാചകന്മാർ ഈ ഭൂലോകത്തേക്ക് പ്രബോധന ദൗത്യവുമായി കടന്നു വന്നിട്ടുണ്ടെന്നും അതിൽ 25 പ്രവാചകന്മാരെയാണ് പ്രമാണങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, പേര് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിൽ തന്നെ 5ഓളം പ്രവാചകന്മാർ, അവരിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5ഓളം പ്രവാചകന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രബോധന ദൗത്യവുമായി മനുഷ്യരിലേക്ക് കടന്നു വന്ന സകല പ്രവാചകന്മാരെയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്, ബാധ്യതയാണ്. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു ബഖറയിലെ 136-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസാ വ ഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരിലൊക്കെ നിങ്ങൾ വിശ്വസിക്കണം. മൂസാ നബിയിലും ഈസാ നബിയിലും യാക്കൂബ് നബിയിലും ഇസ്ഹാഖ് നബിയിലും ഇസ്മായിൽ നബിയിലും ഇബ്രാഹിം നബിയിലും ഒക്കെ നിങ്ങൾ വിശ്വസിക്കണം. അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആദർശങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം മുന്നോട്ട് പോകുവാൻ. അവരെ ആദരിക്കുന്ന വിഷയത്തിൽ, അവരെ വിശ്വസിക്കുന്ന വിഷയത്തിൽ ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിൻഹും, അതിൽ ഒന്നിലും നമ്മൾ വ്യത്യാസം കാണുകയില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ തീർത്തും അല്ലാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ്. ഇത് പറയാൻ വേണ്ടി വിശ്വാസികളായ നമ്മോട് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കാണിക്കാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേവലം 4 തവണയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്നാൽ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പേര് 10-25ഓളം തവണ ഖുർആനിൽ നേരിട്ട് തന്നെ പരാമർശിച്ചിട്ടുള്ളത്, സൂചനയായി വേറെയുമുണ്ട്. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് മറിയം ബിബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹദിയുടെ പേരിൽ ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ കുറിച്ചിട്ടുള്ള പ്രാധാന്യവും മഹത്വവും ഒക്കെ ബോധ്യപ്പെടുത്തുന്നു എന്നത് തെളിയിക്കുന്ന അടയാളങ്ങളാണ് ഇതൊക്കെ. മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾ, ഇപ്പൊ ജൂതന്മാരായ ആളുകൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുകയും അവരുടെ പ്രവാചകനായി വാഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് വളരെ മോശമായ പരാമർശമാണ്, വ്യഭിചാരപുത്രനാണ്, ജാരസന്തതിയാണ് എന്നൊക്കെ നഅൂദു ബില്ലാഹ് അവർ വെച്ചു പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അംഗീകരിക്കുന്നില്ല. ക്രൈസ്തവ സഹോദരങ്ങളും അങ്ങനെ തന്നെയാണ്. ഈസാ നബി അംഗീകരിക്കുകയും അദ്ദേഹത്തെ ദൈവപുത്രനായി കാണുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട്, വിവരമുണ്ട്, അവരെ കുറിച്ച് കൃത്യമായി തന്നെ വിശ്വസിക്കുന്നുണ്ട്, അവരെ ആദരിക്കുന്നുണ്ട്. അവരുടെ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ എന്ന് കേൾക്കുമ്പോ നമ്മുടെ അധരങ്ങൾ ചലിക്കുന്നത് അല്ലാഹുവേ അദ്ദേഹത്തിന് സമാധാനം നൽകണേ അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ എന്ന് പേര് കേൾക്കുമ്പോ, മറിയം എന്ന പേര് കേൾക്കുമ്പോ അലൈഹിമസ്സലാത്തു വസ്സലാം, അല്ലാഹുവേ അവർക്ക് നീ സമാധാനം ചൊരിഞ്ഞു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനാ വചനങ്ങളാണ് നമ്മുടെ ചുണ്ടിലൂടെ ഉണ്ടാകുന്നത്. അവരെ വിമർശിക്കുകയല്ല, അവരെ അനാദരിക്കുകയല്ല, അവരെ മോശക്കാരായി ചിത്രീകരിക്കുകയല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ബനൂ ഇസ്രായേലിലേക്ക് അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇടയിൽ മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഔലൻ നാസി ബിഈസ ഇബ്നു മറിയം, ഈസാ നബിയുമായി അഭേദ്യമായ ബന്ധമുള്ളവനാണ് ഞാൻ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അവസാനം പറയുന്നത് കാണാം, ഫലൈസ ബൈനനാ നബിയ്യുൻ, ഞങ്ങൾക്കിടയിൽ വേറൊരു നബി വന്നിട്ടില്ല. അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവപുത്രനായി കാണുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യം അവർക്ക് പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും കർമ്മത്തിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് ആ ദൈവപുത്രനാണ് എന്ന് അവർ വാദിക്കുന്ന പ്രവാചകനെ നമ്മൾ കാണുന്നത് പ്രവാചകനായിട്ടാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ അബ്രഹാമിനെയും ദാവീദിനെയും സോളമനെ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പോലെയുള്ള ഒരു പ്രവാചകൻ മാത്രമാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അവർ പറയുന്ന യേശു എന്ന പ്രവാചകനെ നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് രണ്ട് തലങ്ങളിലാണ് ഉള്ളത്. അവർക്ക് സംഭവിച്ച ചില പിഴവുകളെ വിശുദ്ധ ഖുർആൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇതൊരു ഖുതുബയിലൂടെ ഈ വിഷയത്തെ സൂചിപ്പിക്കുന്നത്? ക്രിസ്തുമസ് വരികയാണ്, അത് ക്രൈസ്തവരുടെ ഒരു ആഘോഷമാണ്. അത്തരം ആഘോഷത്തെ വിമർശിക്കുവാനോ അതിനെ അനാദരിക്കുവാനോ അവരുടെ ദൈവത്തെ ആരാധനയെ ആക്ഷേപിക്കുവാനോ അല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില അബദ്ധങ്ങളെ അവരെ വിളിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ കാണുമ്പോ കേൾക്കുമ്പോ, അത്തരം അധ്യാപനങ്ങൾ കേൾക്കുമ്പോ, ഖുർആനിന്റെ ആയത്തുകളിലൂടെ മനസ്സിലാക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അത്തരം അപകടങ്ങളും അപജയങ്ങളും പരാജയങ്ങളും ഉണ്ടാവരുത്, അത്തരം അബദ്ധങ്ങൾ നമ്മിലുണ്ടാവരുത്, വിശ്വാസികളിൽ ഉണ്ടാവരുത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസായിലെ 171-ാമത്തെ വചനത്തിൽ അഹ്ലു കിതാബിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലു ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ് വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻ. അല്ലാഹു പറഞ്ഞു, അഹ്ലു കിതാബിനെ വിളിച്ചുകൊണ്ട് യാ അഹ്ലൽ കിതാബ്, ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, ലാ തഗ്ലൂ ഫീ ദീനികും. ഒന്നാമതായി അല്ലാഹു അവരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഉലുവ് കാണിക്കരുത്, അമിതമായി പ്രവർത്തിക്കരുത്, അമിതമായുള്ള അല്ലാഹു, അതാണ് ഉലുവ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവും അവരുടെ പ്രവാചകനും പഠിപ്പിച്ച വിഷയങ്ങളിൽ നിന്ന് അതിരുവിട്ട് സഞ്ചരിക്കുക. അതാണ് അവര് സംഭവിച്ചു പോയിട്ടുള്ളത്. അവര് സംഭവിച്ചത് എന്താണ്? അല്ലാഹു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിൽ നിന്ന് ശുദ്ധമായ കളങ്കമില്ലാത്ത തൗഹീദ് അവർ കേട്ടു. അവർ അതനുസരിച്ചു പോന്നു. ക്രമേണ ആ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ട്. എന്താ നമുക്ക് ഇങ്ങനെയുടെ ആയ കുഴപ്പം? ആ പ്രവാചകനെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ? അല്ല. ആദരിക്കാത്തത് കൊണ്ടാണോ? അല്ല. ബഹുമാനിക്കാത്തത് കൊണ്ടാണോ? അല്ല. ആ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സ്നേഹത്തിന്റെയും അളവ് അല്ലാഹു നിശ്ചയിച്ച, പ്രവാചകൻ നിശ്ചയിച്ച അതിർവരമ്പുകളിൽ ലംഘിച്ചപ്പോ അതിനാണ് ഉലുവ് എന്ന് പറയുന്നത്. അല്ലാഹു അവരെ വിളിച്ചു പറഞ്ഞു, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ ദേഹേച്ഛകളെ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ അല്ലാഹുവും പ്രവാചകന്മാരും നിശ്ചയിച്ച അതിർവരമ്പുകൾ നിങ്ങൾ ലംഘിക്കരുത്. ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. നമ്മളും ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. ദീനിൽ അപജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ക്രൈസ്തവർക്കല്ലേ, അത് ജൂതന്മാർക്കല്ലേ, അത് അഹ്ലി കിതാബിനല്ലേ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി പറഞ്ഞതെന്താ? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ വദിറാഅൻ ബിദിറാ. വിശ്വാസികളെ, സ്വഹാബത്തിനോടാണ് റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങളുടെ മുൻഗാമികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ആ മുൻഗാമികളായ അഹ്ലി കിതാബിന്റെ ആളുകൾ ഒരു മാളത്തിലേക്ക്, ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവർ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവിടം വരെ പ്രവേശിക്കും. അഥവാ എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ
അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, മുഅ്മിൻ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നിർഭയരായിരുന്നു കൂടാ. അതുകൊണ്ട് ഇത്തരം ആയത്തുകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിഷയങ്ങൾ പറഞ്ഞപ്പോ കൃത്യമായിട്ട് പറഞ്ഞു, യാകും വലുവ ഫിദ്ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ദീനിൽ അതിര് കവിയുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ. യാകും, നിങ്ങൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. വലുവ ഫിദ്ദീൻ, ഈ മതത്തിൽ അതിര് കവിയുന്നതിനെ നമുക്ക് നിൽക്കാൻ ഒരു ബോർഡർ ഉണ്ട്. എന്താണത്? അല്ലാഹ് എന്താ പറഞ്ഞത് അത് ചെയ്യാം. എന്താ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, അതുണ്ടാവുക. അതിന്റെ അപ്പുറം ഇതും കൂടെ ആയാൽ എന്താ കുഴപ്പം? ഇതിനിപ്പോ എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നമാണ്? നിങ്ങളൊന്ന് പറ അല്ലേ? നാവിട്ടടിക്കാം നമുക്ക്, വാക്സാമർത്ഥ്യം കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ മതത്തിൽ അതിര് കവിയുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലകും അൽ-ഉലുവ്വു ഫിദ്ദീൻ. ശ്രദ്ധിക്കണേ. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലകും, നിങ്ങളുടെ പൂർവ്വ സമുദായങ്ങൾ നശിക്കാനുള്ള കാരണം അൽ-ഉലുവ്വു ഫിദ്ദീൻ, മതത്തിൽ അതിര് കവിഞ്ഞത് കൊണ്ടാണ്. അല്ലാഹ് പറഞ്ഞത് പോരാ എന്ന് തോന്നിയപ്പോ, പ്രവാചകന്മാർ പഠിപ്പിച്ചത് പോരാ എന്ന് തോന്നിയപ്പോ, അവിടെയാ പ്രശ്നം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചോദിക്കാറില്ലേ, ഒരു ആചാരം പുതിയത് വരുമ്പോ ഇത് നബിക്ക് പരിചയമുള്ളതാണോ, ഇത് അല്ലാഹ് പഠിപ്പിച്ചതാണോ? എല്ലാവർക്കും ആയത്ത് വേണം, ഹദീസ് വേണം. അതേ, അത് വേണം. കാരണം എന്തേ? അൽ-ഉലുവ്വു ഫിദ്ദീൻ, ഈ ദീനിൽ അതിര് കവിയലാണ് മുൻഗാമികൾ നഷ്ടപ്പെട്ടു പോവാൻ, നശിച്ചു പോവാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞതെന്താ? ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നസാറാക്കൾ ക്രൈസ്തവരായ ആളുകൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. കാരണം എന്താ? നബിനെ പുകഴ്ത്തുന്നത് മോശാണോ? പ്രകീർത്തിക്കുന്നത് മോശാണോ? അല്ല. പക്ഷേ അത് അതിര് കവിയാൻ പാടില്ല. കാരണം ഇവരോ, ക്രൈസ്തവരായ ആളുകൾ, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, തൗഹീദ് പ്രബോധനം ചെയ്ത ഒരു പ്രവാചകൻ. ആ പ്രവാചകന് ദൈവപുത്രൻ എന്നുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ലാ തുറൂനി, എന്നെ നിങ്ങൾ അങ്ങനെ പുകഴ്ത്തരുതേ. കാരണം അൽ-ഉലുവ്വു ഫിദ്ദീൻ, ദീനിൽ ഉലുവ്വ്, അതിര് കവിയുക എന്നുള്ളത് അത് അപകടമുണ്ടാക്കി തീർക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. നമുക്കറിയാലോ, ഒരു കല്യാണ വീട്ടിൽ നിന്ന് കുറച്ച് കുട്ടികൾ പാട്ടുപാടിയ സംഭവം അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി അവരെന്തായിരുന്നു പാടിയത്? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. ചില വരികളൊക്കെ ഇങ്ങനെ പാടിയപ്പോ നബിനെ പെട്ടെന്ന് കണ്ടപ്പോ നബിനെ ഒന്ന് പുകഴ്ത്താമെന്ന് എഴുതിയിട്ട് കുട്ടികൾ പാടി, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, വയഅലമു മാ ഫീ ഗദി, നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭാവി പ്രവചിക്കാൻ കഴിയുന്ന, നാളത്തെ കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു പ്രവാചകനെ അല്ലാഹ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ദഈ ഹാദാ വഖൂലി മാ കുൻത തഖൂലീൻ. നിങ്ങൾ ഇതുവരെ പാടിയതുപോലെ പാടിക്കോളൂ, പക്ഷേ ദഈ ഹാദാ, ഇത് ഒഴിവാക്കണം. കാരണം എന്താ? ഇത് അൽ-ഉലുവ്വ്. നബി സല്ലല്ലാഹു, എവിടെയൊക്കെ അങ്ങനെ ഉലുവ്വ് കണ്ടോ അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അതുകൊണ്ട് തന്നെ അതിര് കവിയുക, ലാ തഗ്ലൂ ഫീ ദീനിക്കും. അല്ലാഹ് ആദ്യമായി അഹ്ലു കിതാബിനെ വിളിച്ചിട്ട് പറഞ്ഞാണ്, നിങ്ങളത് പറയരുത്. മാത്രമല്ല ഫാമിനൂ ബില്ലാഹി വറസൂലിഹി വആമിനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിന്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ പറഞ്ഞതെന്താ? വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, സത്യസന്ധമല്ലാത്ത, ഹഖല്ലാത്ത ഒന്നും അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയരുത്. ഇനിയോ, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്. ആരാണ് ഈസ ഇബ്നു മറിയം? ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹ് പറയുന്നത് ഫആമിനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലും നിങ്ങൾ വിശ്വസിക്കണം. വലാ തഖൂലൂ സലാസ, വലാ തഖൂലൂ സലാസ, ട്രിനിറ്റി, ത്രിയേകത്വം എന്ന് നിങ്ങൾ പറയരുത്. ദൈവം, പരിശുദ്ധാത്മാവ്, പിതാവ് എന്നുള്ള വർത്തമാനം ഉണ്ടല്ലോ,
അത് നിങ്ങൾ അതിലൊന്നാണ് അള്ളാഹു എന്ന വർത്തമാനം നിങ്ങൾ പറയരുത്. കാരണം അത് അള്ളാഹുവിന്റെ മുമ്പിൽ കെട്ടിച്ചമയ്ക്കുന്നതാണ്. ഇൻതഹൂ ഖൈറൻ ലക്കും, അത് നിങ്ങൾ അവസാനിപ്പിക്കണം. അതാണ് ഖൈറൻ ലക്കും, നിങ്ങൾക്ക് അഭികാമ്യം അതാണ്, നിങ്ങൾക്ക് പരലോകത്ത് വിജയിക്കാനുള്ള കാരണം അതാണ്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, തീർച്ചയായിട്ടും അല്ലാഹു ഇലാഹു വാഹിദ്, അവൻ ഏകനാണ്, അവൻ ദ്വിതീയനല്ല, അവൻ രണ്ടില്ല, അവൻ ഒന്ന് മാത്രമേ ഉള്ളൂ. സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ്, അവൻ എത്ര പരിശുദ്ധനാണ്. അയ്യകൂന ലഹു വലദ്, എന്താണ് അവർ വാദിക്കുന്നത്? അവനൊരു കുട്ടിയുണ്ടെന്നല്ലേ. സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ്, അവനൊരു കുട്ടി ഉണ്ടാവുക എന്നുള്ള വിഷയത്തിൽ അല്ലാഹു അതീവ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഈ ആകാശങ്ങളിലും ഭൂമിയിലുമെല്ലാം ഉള്ള സർവ്വതും അല്ലാഹുവിന്റേതാണ്. അതിന്റെ ഉടമസ്ഥതാവകാശം അല്ലാഹുവിനാണ്. എന്തിനാണ് അവനൊരു കുട്ടിയെ സ്വീകരിക്കുന്നത്? ഒരു കുട്ടി മാത്രല്ല, എല്ലാം റബ്ബിന്റേതാണ്. എല്ലാത്തിന്റെയും മിൽക്കിയത്ത്, അതിന്റെ ഉടമസ്ഥതാവകാശം അല്ലാഹുവിനുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകൾക്കോ അല്ല, ഈസാ നബിക്ക് പോലും ഒരു ജാള്യതയോ ഒരു മടിയോ ഇല്ല. എന്തിന്? ഞാൻ അല്ലാഹുവിന്റെ അബ്ദാണ്, അടിമയാണെന്ന് പറയാൻ ആളുകൾക്ക് പ്രശ്നമാണ്. അടിമയാണെന്ന് പറയുമ്പോൾ പ്രശ്നമല്ലേ? അതുകൊണ്ടാണ് എന്ത് ദൈവപുത്രൻ എന്നുള്ളിടത്തേക്ക് ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ഈസാ നബിക്ക് ആ പ്രശ്നമുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ ഉബൂദിയത്ത്, അടിമത്വം അംഗീകരിക്കാതെ കിബ്ർ കാണിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിനമുണ്ട്, അവിടെ വെച്ച് കാണാമെന്നുള്ള ഒരു വാണിംഗ് ആണ് അവിടെ. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനം നോക്കൂ. ഈ ഒരു വിഷയം അബ്ദ് എന്നുള്ളത് കുഞ്ഞുനാളിൽ തൊട്ടിലിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, ചരിത്രം നമുക്ക് അറിയാം. തൊട്ടിൽ വെച്ച് സംസാരത്തിൽ ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആൻ സൂറ മറിയമിന്റെ 30-ാമത്തെ വചനത്തിൽ ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. അദ്ദേഹം ആദ്യം പറഞ്ഞ വർത്തമാനം എന്താണ്? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അബ്ദുള്ളയാണ്, അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ. ആതാനിയൽ കിതാബ, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. വജഅലനി നബിയ, ഞാനൊരു പ്രവാചകനാണ്. ഇതാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ജനനം അത്ഭുതകരമായിരുന്നു. നമുക്കറിയാലോ, ഈ മറിയം ബീബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യരൂപം കൊണ്ടുവരികയും ആ ഒരു സംഭവങ്ങളൊക്കെ അറിയാം. അദ്ദേഹം മഹദി ഗർഭിണിയാവുകയും അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ഗർഭിണിയാവുകയൊക്കെ ചെയ്ത ഒരു സന്ദർഭം, അവിടെ വെച്ചുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ മറിയം ബീവിക്ക് ഉണ്ടായിട്ടുണ്ട്. മറിയം ബീവി ഗർഭിണിയായി, ആളുകളൊക്കെ മറിയം ബീവിന്റെ സമീപത്ത് വന്നു. قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. എൻ്റെ ഉമ്മ മോശക്കാരിയല്ലായിരുന്നല്ലോ മറിയമേ, എന്റെ ബാപ്പ കുഴപ്പക്കാരനല്ലായിരുന്നു മറിയമേ, എന്താ മറിയമേ ഇനി ഇങ്ങനെ ആയി പോയിട്ടുള്ളത്? മറിയം ബീബിന്റെ അടുത്ത് വന്നിട്ട് ഭർത്താവില്ല, വിവാഹം കഴിച്ചിട്ടില്ല. നോക്കൂ, ഒരു സ്ത്രീ അനുഭവിക്കുന്ന വല്ലാത്തൊരു വേദനയാണ്. സമൂഹം ഒന്നടങ്കം വന്നിട്ട് അവരുടെ സമീപത്ത് വന്ന് സംസാരിക്കാണ്, ആക്ഷേപിക്കാണ്, പരിഹസിക്കാണ്. എന്താ ഇങ്ങനെ ആയിപ്പോയത്? قالوا كيف نكلم من كان في المهد صبيا. കിടക്കുന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമീപത്തേക്ക് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ചൂണ്ടിക്കാണിച്ചു. എന്നോട് ചോദിക്കണ്ട, നിങ്ങളെ കുഞ്ഞിനോട് ചോദിച്ചു. ഖാലൂ കൈഫ നുകല്ലിമു ഫിൽ മഹ്ദി സബിയ, എങ്ങനെയാണ് തൊട്ടിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കാൻ? നീ ഞങ്ങളെ കളിയാക്കാൻ. അപ്പോഴാണ് ഈസ പറഞ്ഞത് ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. തൊട്ടിൽ വെച്ചിട്ട് സംസാരിച്ചതാണ്.
ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്ത് വന്നിട്ടില്ല? അതിലൊരു നാണം, അതിലൊരു ലജ്ജ തോന്നിയിട്ടില്ല. അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞാൻ അള്ളാഹുവിന്റെ അബിദാണ് എന്നാണ്. ഞാൻ അള്ളാഹുവിന്റെ അബിദാണ് എന്നാണ്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഈ അത്ഭുതകരമായ ജനനമാണ് ഒന്ന്. അദ്ദേഹം പ്രവാചകനല്ല, അദ്ദേഹത്തിന് ദിവ്യത്വമുണ്ട്, അദ്ദേഹം ദൈവപുത്രനാണ് എന്ന ആ അതിരുകവിഞ്ഞ വാദത്തിലേക്ക് എത്താനുള്ളൊരു കാരണം അതാണ്. പക്ഷെ അള്ളാഹു അതിന് മറുപടി പറയുന്നത് സൂറത്തു ആലി ഇംറാന്റെ 59-60 വചനങ്ങളിൽ കാണാം. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദമ ഖലഖഹു മിൻ തുറാബ് ثم قال له كن فيكون. തീർച്ചയായിട്ടും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനമാണല്ലോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ, ഇന്ന മസല ഈസാ നബിക്ക് ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു ഉദാഹരണമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ. ആരാണത്? കമസലി ആദം, ആദം നബിയെ പോലെ തന്നെയാണ് ഈസാ നബിയും. കാരണം ഖലഖഹു മിൻ തുറാബ്, ആദം നബി അല്ലാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. തുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, അല്ലാഹു പറഞ്ഞു പിന്നീട് നീ ഉണ്ടാവുക എന്ന്. അപ്പോഴാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിട്ടുള്ളത്. ഇതേ രൂപത്തിൽ തന്നെയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ കാണാം, വലാകിന്ന റബ്ബ അസ്സ വജല്ല അറാദ അൻ യുദ്ഹിറ ഖുദ്റതഹു ലിഖൽഖിഹി ഹീന ഖലഖ ആദം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ അള്ളാഹു അവന്റെ ഖുദ്റത്ത് പ്രകടമാക്കുകയാണ്. എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ലാ മിൻ ദക്കരിൻ വലാ മിൻ ഉൻസാ, ഒരാണുമില്ല പെണ്ണുമില്ലാതെയാണ്. അതല്ലേ പ്രശ്നം? വാപ്പല്ലാണ്ട് ആണില്ലാണ്ടുണ്ടായി, അതല്ലേ പ്രശ്നം? എന്നാൽ ആദമിനെ സൃഷ്ടിച്ചത് ലാ മിൻ ദക്കരിൻ വലാ മിൻ ഉൻസാ, ആണുമില്ല പെണ്ണുമില്ലാതെയാണ് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖ ഹവ്വാ, ശ്രദ്ധിക്കണം, ഹവ്വാ ബീവിയെ അല്ലാഹു സൃഷ്ടിച്ചത് മിൻ ദക്കരിൻ ബിലാ ഉൻസാ, ആണിൽ നിന്നാണ്, പെണ്ണില്ലാതെയാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ആദം നബിയിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചിട്ടുള്ളത്. മിൻ ദക്കരിൻ ബിലാ ഉൻസാ, പെണ്ണില്ലാതെയാണ്. വഖലഖ ഈസാ മിൻ ഉൻസാ ബിലാ ദക്ർ, എന്നാൽ ഈസാ നബി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ ഉൻസാ, പെണ്ണിൽ നിന്നാണ്. ബിലാ ദക്ർ, അവിടെ ആണില്ല, പുരുഷനില്ല. കമാ ഖലഖ ബഖിയത്തിൽ ബരിയത്തി മിൻ ദക്കരിൻ വ ഉൻസാ, മറ്റു സൃഷ്ടിജാലങ്ങളെയൊക്കെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അല്ലാഹു സൃഷ്ടിച്ചതുപോലെ ഇവിടെ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് തെളിയിക്കുന്നതിന് വേണ്ടി വ്യതിരിക്തമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതത്രേ ഉള്ളൂ. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇത്തരം ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈസാ നബിയുടെ ചില സന്ദേശങ്ങളുണ്ട്. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദു ഹാദാ സിറാത്തും മുസ്തഖീം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത് എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും ഏകനായ അല്ലാഹുവാണ്, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന ആ ഒരു സന്ദേശമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ബനി ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട്, യാ ബനി ഇസ്രായീല അബ്ദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ ഏകനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിനെ ശിർക്ക് ചെയ്താൽ അവന് സ്വർഗ്ഗം ഹറാമാണ്, നരകത്തിലാണ് അവൻ പ്രവേശിക്കുന്നത്. അവിടെ അവന് വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അവിടെ അവനെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് ഇത്തരം പാഠങ്ങൾ വിശ്വാസികളായ നമ്മൾ ഉൾക്കൊള്ളുകയും അവരിൽ, ക്രൈസ്തവരിൽ, നസ്വാറാക്കളിൽ സംഭവിച്ചു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച അത്തരം അപകടങ്ങൾ, അബദ്ധങ്ങൾ നമ്മിൽ സംഭവിക്കാതിരിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോവാൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്ന ഒരു രംഗം സൂറത്തു മാഇദയിലെ 116-17 വചനങ്ങളിൽ അല്ലാഹു പരാമർശിക്കുന്നുണ്ട്.
അള്ളാഹു ചോദിക്കുന്നത്, ഇത് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയമ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസ, നിന്നെയും നിന്റെ മാതാവിനെയും ദൈവങ്ങളായി സ്വീകരിക്കണമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ? എന്തുകൊണ്ടാണ് ലോകത്ത് മഹാഭൂരിഭാഗം വരുന്ന ഒരു ജനവിഭാഗം നിന്നെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്? അവരുടെ മുമ്പാകെ വെച്ച് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയോ? ഖാല സുബ്ഹാനക മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ബി ഹഖ്. പടച്ചോനെ, ഞാൻ എങ്ങനെ അത് പറയാ? എനിക്കത് പറയാൻ അർഹതയുണ്ടോ? എന്നെ നീ അത് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയോ പടച്ചോൻ ഇങ്ങനെ ചോദിക്കേണ്ടതുണ്ടോ? ഞാനത് പറഞ്ഞ നിനക്കത് അറിഞ്ഞൂടെ? അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിനക്കതറിയാലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ, നിന്റെ അടുത്തുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതും എന്റെ അടുത്തുള്ളതൊക്കെ നിനക്കറിയാലോ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ അദൃശ്യജ്ഞാനം അറിയുന്നവനല്ലേ പടച്ച റബ്ബേ. ഇന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ എന്താണോ എന്നോട് കൽപ്പിച്ചത് അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ്? അനിഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബക്കും, അനിഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബക്കും. ഇതാണ് ഈസാ നബി പഠിപ്പിച്ചത്. എന്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാവൂ. സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആരെയാണോ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നവരുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിര് കവിഞ്ഞ് പ്രശംസിക്കുന്നവരുണ്ട്, അദ്ദേഹത്തോട് ദുആ ചെയ്യുന്നവരുണ്ട്, അല്ലേ? പല സന്ദർഭത്തിലും തങ്ങളെ എന്നൊക്കെ വിളിച്ച് ദുആ ചെയ്യുന്ന പല മജ്‌ലിസുകളും നമ്മൾ കേൾക്കുമ്പോ അള്ളാഹുവിന്റെ ഈ മഹ്ശറ അൻസബയിൽ വെച്ച് നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചോദിക്കുമ്പോ നബി കൈമലർത്തും. ഞാനത് പറഞ്ഞിട്ടില്ല. ഈസാ നബി കൈമലർത്തുന്നത് പോലെ, ഇത്തരത്തിലുള്ള ആരാധ്യരൊക്കെ അവരറിയാത്തതുപോലെ അവർ കൈമലർത്തുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രതികൂലമായി സംസാരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. ഇത്തരം വിഷയങ്ങളൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയും ശുദ്ധമായ കറകളഞ്ഞ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കുന്നത് വരെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.